സമതെ ഈ മുസ്ലിങ്ങളുടെ ദൈവമായ അള്ളാഹു അവരുടെ ദൈവമാണ് അള്ളാഹു മുസ്ലിങ്ങളുടെ നോ, അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം മുസ്ലിങ്ങളുടെ ഒരു സ്പെഷ്യൽ ദൈവമല്ല. ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തിയെ പലരും മനസ്സിലാക്കുന്നുണ്ടല്ലോ, ദൈവവിശ്വാസികളൊക്കെ. അപ്പൊ ഈ മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഒരു മതമില്ലാത്തവരാണെങ്കിലും ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു അസ്തിത്വമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കുന്ന ശക്തി എന്താണോ, ആ അസ്തിത്വം എന്താണോ, അതിനെയാണ് ഇസ്ലാം അള്ളാഹു എന്ന് പറഞ്ഞത്. ഈ ഭാഷാപരമായിട്ട് നോക്കിയാൽ പോലും, ഭാഷാപരമായിട്ട് നോക്കിയാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ദ ഗോഡ് എന്നാണ് അർത്ഥം. ഈ ഗോഡ് എന്നുള്ള വേർഡിന്റെ ഉള്ളിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ദ അൾട്ടിമേറ്റ് വൺ, ആ അൾട്ടിമേറ്റ് ഗോഡിനെയാണ് ദ ഗോഡ് സ്പെസിഫൈ ചെയ്തിട്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ഗോഡിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഗോഡിൽ വിശ്വസിക്കുന്നുണ്ട്, ഏത് റിലീജിയൻ ആണെങ്കിലും. ആ ഗോഡിനാണ് അള്ളാഹു എന്നുള്ളത് പറയുന്നത്. നമുക്ക് എവിടെ കൂടെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഈ ക്രൈസ്തവരുടെയും ജൂതന്മാരുടെ ഒക്കെ പല ബുക്കുകൾ, അവരുടെ പ്രമാണങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുകളും, അതിന്റെ അറബിക് വേർഷനുകളിൽ അവർ മനസ്സിലാക്കുന്ന ഗോഡ് യഹോവ എന്ന് പറയുന്നതിനെ അറബിയിൽ കൊടുത്തിട്ടുള്ളത് അള്ളാഹു എന്നാണ്. അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദം അൾട്ടിമേറ്റ് ഗോഡിന്റെ അറബിക് ടേം മാത്രം.